ഏതായാലും അത് നന്നായി. കാരണം ഇത്രയും നാൾ മാറി നിന്നത് തെറ്റാണെങ്കിലും അവസാനമെങ്കിലും അത് തിരുത്തി പ്രക്ഷോഭത്തിന് തയ്യാറായി വന്നത് നന്നായി. രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. നന്നായി അത്തരം ഒരു നടപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു, എന്തുകൊണ്ട് ഇതേവരെ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് ആ പ്രക്ഷോഭം നടക്കുന്ന ജന്തർ മന്ദറിൽ ഇവരാരും പോകാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് ജന്തർ മന്ദർ മാറിക്കൊണ്ടുള്ള സ്ഥലം പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി അവർ തിരഞ്ഞെടുത്തു? ഇതെല്ലാം ഉയരുന്ന ചോദ്യങ്ങളാണ്. ഏതായാലും അതൊരു വഴിക്ക് നടക്കട്ടെ. മാറി നിന്നവർക്കടക്കം ഈ പ്രക്ഷോഭം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ അടക്കം സജീവമായ പങ്കാളിത്തത്തോടെയാണ്. ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്, ഈ പറയുന്ന കുറ്റകരമായ നടപടി, നമ്മുടെ ചോദ്യക്കടലാസുകളുടെ കൃത്രിമത്വം, കള്ളപ്പേപ്പർ ചോർത്തൽ, ചോദ്യക്കടലാസുകൾ ചോർത്തി നേരത്തെ തന്നെ ആളുകളിലേക്ക് എത്തിക്കൽ, ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ? നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ഒപ്പം എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. കാരണം കാശ് കൊടുത്ത് ചോദ്യക്കടലാസ് വാങ്ങാൻ സാധിക്കുന്ന ആളുകൾ അവരുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാസ്സായി വരാൻ കഴിയുന്നു. അവർ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ട് പോകുന്നു. ഇത് കുട്ടികളെയാണ് ബാധിക്കുന്നത്. ആ കുട്ടികളെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു പ്രധാന വിഭാഗം തന്നെയാണ്. നിരവധി കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. ആ കുടുംബങ്ങൾ പലതും ഇന്നത്തെ ഭരണ സംവിധാനത്തെ പിന്താങ്ങിയവരടക്കമാണ്, BJPക്ക് പിന്തുണ കൊടുത്തവരടക്കമാണ്. അവരെല്ലാം ഇപ്പോൾ BJPയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ BJP എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായി മാത്രം നീങ്ങുന്നതാണ്, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്ന് കരുതിയിരുന്നവരടക്കം ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കുട്ടികൾക്കും ഇതാപത്തായി വരുന്നുവെന്ന്. സ്വാഭാവികമായി BJPക്കെതിരെയുള്ള ഒരു വികാരമായിട്ടടക്കം അത് മാറുകയാണ്. ഇപ്പോൾ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ളത് തീർത്തും ന്യായമായൊരാവശ്യമാണ്. ആ ആവശ്യം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. പ്രധാനമന്ത്രിയും തന്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതേവരെ ഈ പ്രക്ഷോഭം ശക്തമായി തുടരേണ്ടതായിട്ട് വരും. ആ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും ഇങ്ങ് കേരളത്തിൽ നിന്നാണെങ്കിലും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.